ഹൈന്ദവ സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണമാവുകയാണ് തർക്കഭൂമി കേസിലെ മുസ്ലിം കക്ഷിയായ ഇക്ബാൽ അൻസാരി. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ചെറു മാതൃക തന്റെ സഹായിക്ക് അദ്ദേഹം ഉപഹാരമായി നൽകി. അതേസമയം ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച പ്രതിപക്ഷ പാർട്ടികൾ സരയൂ നദിയിൽ മുങ്ങി മനസ്സും ശരീരവും ശുദ്ധീകരിക്കണമെന്നും അൻസാരി പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചെറു മാതൃകയുമായി നിൽക്കുന്ന മധ്യവയസ്കൻ. ചിത്രത്തിലുള്ളത് ഇക്ബാൽ അൻസാരിയാണെന്ന് അറിയുന്നതോടെയാണ് സമൂഹമാധ്യമത്തിൽ ചിത്രം ചർച്ചയാകുന്നത്. തന്റെ അനുയായിക്ക് സമ്മാനമായി നൽകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം രാമക്ഷേത്ര മാതൃക വാങ്ങിയത്. തർക്കഭൂമി കേസിലെ മുസ്ലിം കക്ഷിയായിരുന്നു ഇക്ബാൽ അൻസാരി. പ്രധാന ഹർജിക്കാരനായ ഹാഷിം അൻസാരിയുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം. അയോധ്യ തന്റെ മണ്ണാണെന്നും താൻ അയോധ്യക്കാരനാണെന്നും അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട്. അതോടൊപ്പം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനത്തിനെതിരെയും ഇക്ബാൽ രംഗത്തെത്തി. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ എതിർക്കുന്നു, എന്നാൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. അയോധ്യയിൽ വന്ന് സരയൂ നദിയിൽ പുണ്യസ്നാനം നടത്തി മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനും അദ്ദേഹം പറയുന്നു. सारी पार्टियां आज विरोध कर रही हैं, हम तो विरोध नहीं करते, हम तो साफ कहते हैं कि अयोध्या आओ, सरयू स्नान करो, अपना तन साफ करो, अपना मन साफ करो। आज विरोध करने की जरूरत नहीं है। प्राण प्रतिष्ठा की पूजा होने जा रही है, लोगों को चाहिए कि लोग आवे, अपने जो है जिंदगी में जो कुछ भी किया है भगवान के सामने जो है रखें और उनसे आशीर्वाद लें. മനുഷ്യർ അവരുടെ ജീവിതത്തിൽ എന്തു ചെയ്താലും ഭഗവാന്റെ മുന്നിൽ കണക്ക് ബോധിപ്പിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യേണ്ടി വരുമെന്നും ഇക്ബാൽ അൻസാരി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അയോധ്യയിലെ റോഡ് ഷോയിൽ ഇക്ബാൽ അൻസാരി പുഷ്പവൃഷ്ടി നടത്തിയിരുന്നു. ജനുവരി 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കും അദ്ദേഹത്തിന് ക്ഷണമുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.